വിളിക്കും. എന്നാലും ഞാൻ വിളിക്കാന്ന് പറഞ്ഞാൽ വിളിക്കുന്നത് കേട്ടോ. നിങ്ങൾ നേരെ കാണാൻ സാധിക്കും. ഇമാം അഹമ്മദ് റിദാ ഖാൻ തങ്ങളെ പോലുള്ള മഹാന്മാര് കവിതകൾ ചൊല്ലിയിട്ട് അവർ ലയിച്ചു ചേർന്ന്, ഇഷ്കിൽ ലയിച്ചു ചേർന്ന് എല്ലാം മറന്നു പാടിപ്പോയിട്ടുണ്ട്. തു സിന്ദാ ഹെ വല്ലാ, തു സിന്ദാ ഹെ വല്ലാ, മേരെ ചശ്മെ ആലം സേ ചുപ് ജാനെ വാലേ. ഓ റസൂൽ, അങ്ങ് ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിനർത്ഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്, ഒരിക്കലും നീ മറഞ്ഞിട്ടില്ല. എൻ്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു എന്നല്ലാതെ ലോകത്തു നിന്ന് നീ വിട പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് ആ ലോകത്തേക്കെല്ലാമുള്ളൊരു വഴികാട്ടലാണ് നമ്മുടെ ബഹുമാന്യരായ നമ്മുടെ ആത്മീയ സുഹൃത്തുക്കൾ ഇവിടെ ഇമാം ബുസൂരി ഫൗണ്ടേഷൻ രംഗത്ത് കൊണ്ടുവരുന്നത്. തീർച്ചയായും ഉത്തരേന്ത്യയിലുള്ളൊരു അനുഭൂതി അല്ല, ലോകത്ത് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ അനുഭൂതി കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരാനുള്ള അവരുടെ തീവ്രമായ ശ്രമം തീർച്ചയായും അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാണ്. ഇവിടെ ഇല്ലാത്തൊരു ഏർപ്പാടാണ് ബുർദ. അത്യാവശ്യം ഇങ്ങനെ കബൂൽ ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ ബുർദൊക്കെ വ്യാപകമായി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് വിശദീകരിക്കുകയാണ്. നീ എന്നൂപ്പര് പറയാം. മലയാളത്തിലെ അർത്ഥം നാം കോപിക്കും. എന്നാലും ഞാൻ പറയാണ്, നീ ആരെ കുറിച്ചാണ് നീ എന്ന് പറഞ്ഞത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നേരത്തെ പറഞ്ഞ കുഞ്ഞനെന്നും പയ്യനെന്നും പറഞ്ഞത് സംസാരമധ്യേ ആ പ്രായത്തെക്കുറിച്ച് AP മുഹമ്മദ് മുസ്ലിയാരും MM അക്ബറും വിശദീകരിച്ചപ്പോൾ പറഞ്ഞൊരു പദം മാത്രമാണ്. എന്നാൽ കാന്തപുരത്തിന്റെ മകൻ ഈ കാണിച്ചത് അങ്ങനെയല്ല. റസൂലുള്ളയെ യാ മുഹമ്മദ്, ഹേ മുഹമ്മദേ എന്ന് വിളിക്കാൻ പാടില്ല. അതാണ് ഇസ്ലാമിന്റെ നിയമം. എന്നാൽ അതിനെ ലംഘിച്ചുകൊണ്ട് നീ എന്ന് മഹാനായ റസൂലുള്ളയെ ഇദ്ദേഹം വിളിച്ചിട്ടുണ്ട്. ഇതാണ് അപമാനിക്കൽ സഹോദരന്മാരെ. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. സന്ദർഭത്തിന് അടർത്തിയെടുത്തു എന്ന് പറഞ്ഞല്ലോ. എന്തായിരുന്നു തിരുവനന്തപുരത്ത് റസൂലുള്ളയെ ഒരു അറബി പയ്യൻ എന്ന് പറയുന്ന ആ പദം പ്രയോഗിച്ച ആ പരിപാടിയുടെ വിഷയം എന്തായിരുന്നു? നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദും റസൂലുള്ള നരകത്തിൽ വീഴും എന്ന് ക്രൈസ്തവർ പ്രചരിപ്പിച്ചപ്പോ ഇല്ല എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി ക്രിസ്ത്യൻ മുജാഹിദ് സംവാദമല്ല, ക്രിസ്ത്യൻ മുസ്ലിം സംവാദം അതാ അവിടെ നടന്നത്. അങ്ങനെ ക്രിസ്ത്യൻ മുസ്ലിം സംവാദം നടന്നപ്പോ അവസാനം ക്രൈസ്തവരായ ആളുകള് മുഹമ്മദ് റസൂലുള്ള നരകത്തിൽ വീഴുമെന്ന ആയത്ത് കാണിക്കാൻ സാധിക്കാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന രംഗം ഇന്നും കേരളത്തിലുടനീളം സീഡികൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ രംഗം നിങ്ങളൊന്ന് കാണുക. പ്രവാചകൻ നരകത്തിൽ വീഴും എന്ന് ഏതായത്ത് ആയത്തിലുണ്ട് സാറിന്റെ വിഷയാവതരണത്തിനും അതേപോലെ റിപ്പീറ്റഡ് സെക്ഷനിലും പറഞ്ഞു. ഞങ്ങൾക്ക് ആവശ്യമില്ല. അത് ഏതായത്തിലുണ്ട്? പ്രവാചകൻ നരകത്തിൽ വീഴും എന്ന് ഏതായത്ത് ആയത്തിലുണ്ട് സാറിന്റെ വിഷയാവതരണത്തിനും അതേപോലെ റിപ്പീറ്റഡ് സെക്ഷനിലും പറഞ്ഞു. ഞങ്ങൾക്ക് ആവശ്യമില്ല. അത് ഏതായത്തിലുണ്ട്? ഇപ്പൊ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് ആൻസർ ചെയ്താലും തയ്യാറാണ്. ഇനിയിപ്പോ വേണോ? ഇനിയിപ്പോ വേണമെങ്കിൽ ഞാൻ തയ്യാറാണ്. എനിക്ക് പ്രിപ്പറേഷൻ അത് പിന്നീടൊരു അവസരത്തിലാകട്ടെ. ഞാനതിലൊരു ചെറിയ ഇടപെടൽ നടത്തുന്നു. ബഹുമാനായ തോട്ടരാജ സാർ ഇവിടെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തീർച്ചയായും ഈ തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ തിരഞ്ഞാലൊന്നും കണ്ടെന്ന് വരില്ല. അവരത് കണ്ടുപിടിച്ച് ഇൻഷാ അല്ലാഹ് ഒരാഴ്ചക്കുള്ളിൽ തോട്ടരാജശേഖരൻ സാറ് അറിയിക്കുക. അദ്ദേഹം അതിൽ ഈ നമ്മുടെ ഡിബേറ്റിൽ ഇടയാളനായതുപോലെ അദ്ദേഹം ഇടയാളനാകട്ടെ. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ ആ കാര്യത്തിലുള്ള പ്രസ്താവന നിച്ചോ ട്രൂത്തിൻ്റെ പ്രസിദ്ധീകരണമായ സ്നേഹസംവാദത്തിൽ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇല്ല, തെരയണ്ട, സത്യം ഇല്ല, ഖുർആനിലില്ല. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അങ്ങ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാതെ ഞാൻ പറഞ്ഞല്ലേ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ ഇതിനകത്തുണ്ട്. ആ സാധനങ്ങളെല്ലാം നോക്കി എഴുതിയതാണ്. അതിനകത്ത് വചനം എടുത്തോളൂ, യാതൊരു പ്രശ്നമല്ല. ആ രീതിയിലുള്ള ടെക്നിക്കൊന്നും വേണ്ട. ഈ ഡിബേറ്റിന്റെ ടെക്നിക്കുകളൊക്കെ ഞങ്ങൾക്കും അറിയാം. റെഡിയാണ്, നമ്മൾ റെഡിയാണ്. എടുത്തോളൂ. ഞാനിന്ന് പ്രസന്റ് ചെയ്ത് ഇതിൽ നിന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ ഏതാ നിങ്ങൾ പറയുന്ന പോലും എനിക്ക് മനസ്സിലായിരുന്നില്ല. ഈ ബഹളം എല്ലാം കൂടെ വെക്കുന്നതാണ്. അല്ല
അപ്പൊ അതിന്റെ അർത്ഥം വേറെ ഒന്നും നിങ്ങൾക്ക് പരാതിയില്ലെന്നല്ലേ പറഞ്ഞേ? അല്ലല്ല, ധാരാളം ഉണ്ട്. എങ്കിലും ഇതൊന്ന് 5 പ്രാവശ്യം പരാമർശിച്ചു സാറ്. ഇത് 5 പ്രാവശ്യം പരാമർശിച്ചതിന് പേരിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അത് ഡിബേറ്റിന് വേറെ ടെക്നിക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞു ആയത്തുകൾ മാറ്റിയതാണ്. അതാണ് എൻ്റെ വിഷയം. ഇവിടുത്തെ വിഷയം അതാണ്. പരിശുദ്ധ ഖുർആനിൽ പറയാത്തൊരു കാര്യം ഖുർആന്റെ പേരിൽ ആരോപിക്കുക എന്നാണ് വിഷയം. ആ വിഷയമാണ് നമ്മൾ അതിൽ 2 എണ്ണാണുള്ളത്. 2 എണ്ണം സ്റ്റേജിൽ നിന്ന് വന്ന് 2 പിടിക്കപ്പെട്ടു.